ഇസ്രായേലിലെ തെരുവുകൾ ഇന്നലെ രാത്രി ജനരോഷത്തിൻ്റെ തീച്ചൂടിലായിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളും പ്രതിഷേധക്കാരും തെരുവിലിറങ്ങി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള കൂറ്റൻ റാലി ഇത് എപ്പോഴും പോലെ ഒരു സാധാരണ പ്രതിഷേധമല്ല, മറിച്ച് ഒരു ജനകീയ വിപ്ലവത്തിൻ്റെ തുടക്കമാണെന്നാണ് വിദഗ്ധർ വരെ വ്യക്തമാക്കുന്നത്. ബന്ദികളെ തിരിച്ചെത്തിക്കാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടുകളിലും ആശങ്കയും അവിശ്വാസവും പ്രകടിപ്പിച്ച പ്രതിഷേധക്കാർ അയാളിൽ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ലെന്നും വ്യക്തമാക്കി. മുൻപ് ചെയ്തതുപോലെ ഈ കരാറും നെതന്യാഹു അട്ടിമറിക്കുമോ എന്ന ഭയമാണ് അവർ പങ്കുവെക്കുന്നത്. റാലിയിൽ പങ്കെടുത്ത ഗിൽ ഷെല്ലി എന്നയാൾ പറയുന്നത് കേൾക്കാം. തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്, യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിലും ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. നെതന്യാഹുവിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇപ്പോൾ തങ്ങളുടെ മുഴുവൻ വിശ്വാസവും ട്രംപിലാണ് അർപ്പിക്കുന്നതെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇതിനൊക്കെ പിന്നിലെ കാരണങ്ങൾ പലതുമാണ്. പ്രതിഷേധക്കാർ തന്നെ പറയുന്നത് ജയിലിൽ പോകാതിരിക്കാനും പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് തുടരാനും വേണ്ടി മാത്രമാണ് നെതന്യാഹു യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ടാകുമെന്നാണ് ഷെല്ലിയുടെ പ്രതീക്ഷ. ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി ഈ റാലി വ്യക്തമാക്കുകയാണ്. അതിനിടെ ഗാസ വംശഹത്യ അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച 20 ഇന യുദ്ധവിരാമ കരാറിനോടുള്ള ഹമാസിൻ്റെ തന്ത്രമായ പ്രതികരണവും ഈ നെതന്യാഹുവിന് ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ബന്ദികളെ വിട്ടേക്കാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും അതിൽ വ്യക്തത വരുത്താതെയും നിരായുധീകരണം എന്ന കരാർ വ്യവസ്ഥയോട് പ്രതികരിക്കാതെയുമാണ് ഹമാസിൻ്റെ നിലപാട്. മാത്രമല്ല, വിശദാംശങ്ങളിൽ കൂടുതൽ ചർച്ച വേണം എന്നാണ് ഹമാസ് പറയുന്നത്. ഇതിനോട് ട്രംപ് അനുകൂലമായി പ്രതികരിച്ചത് നെതന്യാഹുവിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. അവസാന വാക്ക് തൻ്റേതാകണമെന്ന നെതന്യാഹുവിൻ്റെ വാശി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഹമാസിൻ്റെ പ്രസ്താവനയെ യൂറോപ്യൻ അറബ് രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്തത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. നിലവിലെ പ്രതിഷേധം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും യുദ്ധവിരാമ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള പല ചോദ്യങ്ങൾക്കാണ് വിരൽ ചൂണ്ടുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.